പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം നീറ്റ് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും പ്രസംഗിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ പ്രസംഗിക്കാൻ സ്പീക്കർ ആദ്യം അവസരം കൊടുത്തില്ല. പിന്നെ പ്രതിപക്ഷത്തുള്ള എംപിമാരുടെ അതിശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ വിളിച്ചു. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ മൈക്ക് ഓണായില്ല. വീണ്ടും ഞങ്ങൾ വിളിച്ച് മൈക്ക് ഓണാക്കിയിട്ടില്ല, പ്രതിപക്ഷ നേതാവിന് പ്രസംഗിക്കാൻ മൈക്ക് ഓണായിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മൈക്ക് ഓൺ ചെയ്തു. വീണ്ടും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് വീണ്ടും ഓഫ് ചെയ്തു. വീണ്ടും ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയപ്പോൾ വീണ്ടും മൈക്ക് ഓൺ ചെയ്തു. പിന്നീട് അദ്ദേഹം സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് നീറ്റിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം സഭയിൽ പ്രസംഗിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് പോലും വിഷയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അവസരം നിഷേധിക്കുകയും മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്ന് ലോക്സഭയിൽ കണ്ടത്. എന്തായാലും ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് നീറ്റ് വിഷയമാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷകർത്താക്കളും ഇന്ന് വല്ലാത്ത ദുഃഖത്തിലാണ്, വല്ലാത്ത ഉത്കണ്ഠയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ആണ് ആദ്യ സഭയിൽ ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്മേൽ ചർച്ച അടുത്ത ആഴ്ച, അതല്ലെങ്കിൽ 1-ാം തീയതി 2-ാം തീയതി ചർച്ച ചെയ്യാം. ഇന്നത്തെ ദിവസം നീറ്റുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പോകുന്നു, അതോടൊപ്പം തന്നെ എന്ത് നടപടികളാണ് ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നതെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് രാജ്യമാകെ ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ നീറ്റ് വിഷയം ചർച്ച ചെയ്യണം, പ്രധാനമന്ത്രി അതിന് മറുപടി പറയണം എന്നുള്ള ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ ഉന്നയിച്ചത്. അത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഡെഡിക്കേഷനായിട്ട് നീറ്റ് വിഷയത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചർച്ച, അതാണ് ഒരു രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ അത് അംഗീകരിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. സ്പീക്കർ പറഞ്ഞത് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് അവസരം വരുമ്പോൾ മെമ്പർമാർക്ക് ഈ വിഷയം പറയാം, ഈ നീറ്റിൻ്റെ കാര്യം അതിൽ അവരുടെ ചർച്ചയിൽ ഉന്നയിക്കാമെന്നാണ് പറഞ്ഞത്. വളരെ ലാഘവത്തോടും വളരെ ഗൗരവമില്ലാത്ത രീതിയിലാണ് നീറ്റ് വിഷയത്തെ കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്പീക്കറിൽ നിന്നുണ്ടായത്. രാജ്യം വളരെയധികം പ്രതിഷേധത്തിലാണ്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നീറ്റിൻ്റെ പരീക്ഷാ പേപ്പർ ചോർന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൻ്റെ ഗൂഢാലോചന, ഇതെല്ലാം രാജ്യത്തിന് അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയുടെ പ്രശ്നമാണ്, പരീക്ഷ എഴുതിയ യുവാക്കളുടെ പ്രശ്നമാണ്. ഇതെല്ലാം വളരെ ലാഘവത്തോടു കൂടി വളരെ ഗൗരവമില്ലാതെയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതിപക്ഷത്തിന് ആയിരക്കണക്കിന് കുട്ടികളുടെ ഫോൺ കോളുകളും അതുപോലെ അവരുടെ കത്തുകളും ഇമെയിലുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് വിഷയത്തിൽ ശക്തമായി ഇടപെടണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ്, പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെടുകയാണ്, പ്രതിപക്ഷ എംപിമാരോട് ആവശ്യപ്പെടുകയാണ്. ഗവൺമെൻറ്റിൽ അവർക്ക് പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്നുള്ള ആവശ്യമാണ് വിദ്യാർത്ഥികൾ, ഈ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എഴുതാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും ഉള്ളത്. ഈ വിഷയം ആണ് ഇന്ന് ഞങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ചത്. പക്ഷേ അതിന് തയ്യാറായില്ല, മൈക്ക് പോലും കൊടുക്കാൻ തയ്യാറായില്ല, പ്രതിപക്ഷത്തെ കേൾക്കാൻ തയ്യാറായില്ല. എന്നിട്ട് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് പ്രതിപക്ഷം അനാവശ്യമായി രാഷ്ട്രപതി പ്രസംഗത്തെ തടസ്സപ്പെടുന്നു, രാഷ്ട്രപതിയോട് അനാദരവ് കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്. രാഷ്ട്രപതിയെ കൊണ്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എമർജൻസി പോലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പോലും പ്രസംഗിച്ച് അന്നത്തെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പോലും രാഷ്ട്രപതിക്ക് പ്രസംഗം എഴുതി കൊടുത്ത സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. അവർക്ക് രാഷ്ട്രപതിയോട് അനാദരവ് കാട്ടി എന്ന് പറഞ്ഞ് ഈ വിഷയത്തിൽ അവർ തടിയൂരാനാണ്, അല്ലെങ്കിൽ നീറ്റ് വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം നിരാകരിക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ രാഷ്ട്രപതിയെ അനാദരവ് കാട്ടിയിട്ടില്ല. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയം അതിൻ്റെ ചർച്ച 1-ാം തീയതി 2-ാം തീയതിയും 3-ാം തീയതി വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം നീറ്റ് വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് രാഷ്ട്രപതിയുടെ പ്രസംഗം ഇന്ന് തന്നെ ചർച്ച ചെയ്യണമെന്നുള്ള എവിടെയും പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഗൗരവമായ ഒരു വിഷയമാണ് രാജ്യം നേരിടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം നിരാകരിക്കുകയും ഗവൺമെൻറ് നീറ്റ് വിഷയത്തിൽ കള്ളക്കളി സഭയിൽ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം, ഞങ്ങളുടെ പരാതി. ഇനി തിങ്കളാഴ്ച മുതൽ എന്ത് വേണമെന്നതിനെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യം നേതാക്കന്മാർ കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും.